കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ശ്രീനിവാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രീനിവാസൻ പറഞ്ഞേ, അതിനെന്താ, ഞങ്ങളത് സിറ്റിയിലെത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ നവീൻ്റെ ഓഫീസിലേക്ക് വരാം. നവീൻ ഇപ്പോൾ ഓഫീസിൽ കാണില്ലേ? ഉണ്ടാകുമെന്ന് നവീൻ പറയുവാണ്. എന്നാൽ ഞങ്ങളിത് ഉടനെ വരുന്നു എന്ന് പറഞ്ഞ് ശ്രീനിവാസ് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് കൃഷ്ണയോടും തങ്കത്തിനോടും വേഗം തന്നെ വണ്ടിയിലേക്ക് കയറാൻ പറയുക. നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നവീൻ്റെ ഓഫീസിലേക്കാണ്. അത് കേൾക്കുന്നതും കൃഷ്ണയും തങ്കവും പതിയെ അവിടെ നിന്ന് വലിയ ശ്രമിക്കുന്നുണ്ട്. തങ്കം പറയണേ, അയ്യോ സാറേ, ഞങ്ങൾ എന്നാൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ വെയിറ്റ് ചെയ്യാം. സാറ് പോയിട്ട് നവീനെ കണ്ട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ട് വന്നാൽ മതി. എനിക്കെന്തോ വലിയ വലിയ ഓഫീസിലേക്കൊക്കെ ചെല്ലാനായിട്ട് ഒരു ഭയവും ടെൻഷനും ഒക്കെയാണ്. അതിന് തങ്കം എന്തിനാണ് ടെൻഷനാവുന്നത്? അവിടെ ചെന്നാൽ നമ്മൾ ആരെങ്കിലും പിടിച്ച് തിന്നോ? ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ അല്ല വരുന്നത്, ധൈര്യമായിട്ട് വാ. അല്ലച്ച, എന്നാലും അത് അച്ഛൻ തന്നെ നോക്കിയാൽ പോരെ, ഞങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ രണ്ടാളും വന്ന് വണ്ടി കയറ്, നമ്മൾ ഒരുമിച്ച് തന്നെ പോകുന്നു. അങ്ങനെ പറഞ്ഞ കൃഷ്ണനെയും തങ്കത്തിനെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുവാണ്. അങ്ങനെ അവർ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുവാണ്ടോ. പിന്നീട് ഗാഥേനെ സിത്താരനെയുമാണ് കാണിക്കുന്നത്. അന്നേരം സിത്താര നവീൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. നവീൻ, ഞാനിപ്പോൾ ഗാഥമോളെയും കുട്ടി ഒന്ന് പുറത്ത് വന്നിരിക്കുക, അവളുടെ മൈൻഡൊക്കെ ഒന്ന് നോക്കിയാനായിട്ട്. അവളിപ്പോൾ ഓക്കെയാണ്. നവീനും കൂടി പുറത്തേക്കൊന്ന് വന്നാൽ കൊള്ളായിരുന്നു. ഞങ്ങൾ സ്ഥലം എവിടെയെന്ന് പറയാം, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യായിരുന്നു. അന്നേരം നവീൻ പറയണേ, സോറി മാഡം, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ചില ജോലിയില്ല, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്, തൽക്കാലം ഇന്ന് എനിക്ക് ഫ്രീ ആകാൻ പറ്റുമോ തോന്നുന്നില്ല. എന്നാൽ ശരി മാഡം, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നവീൻ ഫോൺ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുവാണ്. അന്നേരം ഗാഥ ചോദിക്കണേ, എന്താ മമ്മി നവീൻ പറഞ്ഞത്? നവീൻ ഇപ്പോൾ വരുമോ? ഇല്ല, നവീൻ ഇന്ന് ചില പ്രധാനപ്പെട്ട മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അത് കാരണം ഇന്ന് വരാൻ പറ്റില്ലെന്ന്. കള്ളൊരിക്കും മമ്മി നവീൻ പറഞ്ഞത്. ഞാൻ മമ്മിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നവീൻ മനഃപൂർവ്വം ഒഴിവായത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നവീന് ഇങ്ങോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, നമുക്ക് നവീൻ്റെ ഓഫീസിലേക്ക് പോകാം, അവിടെ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നവീൻ ഫ്രീ ആകുമ്പോൾ നവീനെ കൂട്ടി പുറത്ത് പോകാം. മമ്മി എന്ത് പറയുന്നു? അല്ല മോളെ, നവീൻ ഇന്ന് ബിസിയാണെന്നല്ലേ പറഞ്ഞത്. അതിനെന്താ, നമ്മൾ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ, നമ്മളവിടെ നവീനൊരു ശല്യം ഉണ്ടാക്കാതെ വെയിറ്റ് ചെയ്യാനാണ് പോകുന്നത്. മമ്മി വാ. അങ്ങനെ പറഞ്ഞ് ഗാഥ സിത്താരയും കൂട്ടി നേരെ നവീൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. പിന്നീട് മൂർത്തി സെൽവനെ വിളിക്കുക. അതെ, നമ്മുടെ പ്ലാനിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല, 3-ന് ഇന്നത്തോടു കൂടി തീർക്കണം. ശ്രീനിവാസിനെ അത്ര വില കുറച്ചൊന്നും കാണണ്ട, കേട്ടല്ലോ. 2 തവണ നിൻ്റെ ശ്രമം പാളിയതാണ്, അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ശ്രീനിവാസിൻ്റെയും അയാളുടെ മകൾ കൃഷ്ണയുടെയും ആ ശാന്തിയുടെയും ജീവൻ ഇന്നത്തോടെ തീർത്തിരിക്കണം. നിന്നെ ഏൽപ്പിച്ച ആ ജോലി വ്യക്തമായിട്ടും കൃത്യമായിട്ടും നീ പൂർത്തിയാക്കിയാൽ നീ പ്രതീക്ഷിക്കുന്നതിൽ വലിയ തുകയായിരിക്കും നിനക്ക് തരാൻ പോകുന്നത്. ശരി സാറേ, ഇന്നത്തോടെ അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം നോക്കിയിരിക്കും, സാറ് ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ് കൃഷ്ണയും തങ്കത്തിനെയും കൂട്ടി നവീൻ്റെ ഓഫീസിലെത്തുവാണ്ടോ. അന്നേരം തങ്കവും കൃഷ്ണയാണെങ്കിൽ ആകെ ഭയന്നിരിക്കുവാണ്. മാണിക്കുഞ്ഞും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രീനിവാസിനെ സ്വീകരിക്കാൻ. അത് കാണുന്നതും കൃഷ്ണ ഭയന്ന് അവിടെ തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഈ സമയം ശ്രീനിവാസ് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. മോളെ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ് മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുക. ആ സാറേ, നവീൻ സാറോടെ കാത്തിരിക്കുക. ആ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സാറേ. അല്ല, ആരാ കാറിൻ്റെ അകത്ത്? അതോ അതെൻ്റെ സഹോദരി മോളുവാ. ആണോ? എന്നിട്ടെന്താ അവർ കാറിൽ തന്നെ ഇരിക്കുന്നത്? അവരിങ്ങോട്ട് വിളിക്കുന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ തന്നെ ഔദ്യോഗികമായിട്ട് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ നവീൻ്റെ കോൾ വരുന്നത് കാണുന്നത്. എന്താ മാണിക്കുഞ്ഞെ, അനിൽ സാർ ഇതുവരെ വന്നില്ലേ? ഇത് വന്നിട്ടുണ്ട്. എന്താ പിന്നെ തനത്തിലൊക്കെ സാറിനെ കൂട്ടിക്കൊണ്ടുപോകാം, എനിക്ക് മീറ്റിങ്ങിന് പോകാനുണ്ടെന്നത് എനിക്കറിയില്ലേ. ഇപ്പോൾ കൊണ്ടുവരാം സാറേ. അതെ സാറേ, എന്നാൽ നമുക്ക് അകത്തേക്ക് പോകാം. അവിടെ നവീൻ സാർ കാത്തിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങും കൂടിയുണ്ട്. എന്നാ വാ, നമുക്ക് പോയേക്കാം. ഞാനേ മോളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം. മോളെ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അത് പിന്നെ അച്ഛ, അമ്മക്ക് ചെറിയൊരു തലവേദന പോലെ. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോയി എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, ഇവിടെ റെസ്റ്റ് എടുത്തോ, ഞാൻ ചെന്ന് നവീനെ കൊണ്ട് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസൻ മാണിക്കുഞ്ഞിൻ്റെ കൂടെ അകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ നവീനും ശ്രീനിവാസും തമ്മിൽ സംസാരിക്കുകയും അവരുടെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുകയും അഡ്വാൻസൊക്കെ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം നവീൻ ചോദിക്കണേ, അല്ല നമ്മുടെ ബ്രോക്കറോടെ കൂടെ കൊണ്ടുവന്നില്ലേ? അന്നേരം ശ്രീനിവാസ് ചോദിക്കണേ, ബ്രോക്കറോ? ഓ, കൃഷ്ണയാണല്ലേ ഉദ്ദേശിച്ചത്? അതെ, അവളെ ബ്രോക്കറൊന്നുമല്ല, എൻ്റെ മോള് തന്നെയാണ്. അന്നേരം നവീൻ പറയണേ, സാറ് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരെയും സ്വന്തം മകളെ പോലെയാണോ കാണുന്നത്? ഈ സമയം ശ്രീനിവാസ് പറയണേ, ഞാൻ ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത്, അവൾ എൻ്റെ മോള് തന്നെയാണ്, എൻ്റെ രക്തത്തിൽ പറഞ്ഞ എൻ്റെ കുഞ്ഞ്. സത്യം പറഞ്ഞാൽ നിങ്ങളന്ന് നാട്ടിൽ വന്ന സമയത്തുണ്ടല്ലോ, കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായെങ്കിലും അവളെൻ്റെ സ്വന്തം മോളാണെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഈ അടുത്ത ഞാനും ആ സത്യം തിരിച്ചറിഞ്ഞത്, അതും വളരെ പ്രത്യേകമുള്ള ദിവസം തന്നെ. വർഷങ്ങളായുള്ള എൻ്റെ കാത്തിരിപ്പായിരുന്നു മോളെ കണ്ടെത്താനുള്ള എൻ്റെ അന്വേഷണമോ അവസാനമായത്.
എൻ്റെ മോള് എന്നിലേക്ക് തന്നെ വന്നു. അതൊക്കെ ഒരു വലിയ കഥയാണ്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്താണെങ്കിലും ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് കാണുമല്ലോ, അപ്പോൾ വിശദമായിട്ട് തന്നെ ആ കഥ നവീനോട് പറയാം. അല്ല സാറിൻ്റെ ഫാമിലി, അതാ ഞാൻ പറഞ്ഞത്, വലിയൊരു കഥ തന്നെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു വന്ന പാത, അതൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരേണ്ടതാ. എന്താണെങ്കിലും അങ്ങോട്ട് വാ, അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നവീനോട് പറയുന്നുണ്ട്, എൻ്റെ മോളെയും കാണിച്ചു തരുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി സാറേ എന്ന് നവീനും പറയുന്നുണ്ട്. ഈ സമയം മാണിക്കുന്നു പറയണേ, പിന്നെ സാറിൻ്റെ മോളോടെ ഞാൻ മാപ്പ് ചോദിക്കുക. എന്തിന്? അത് മറ്റൊന്നുമല്ല, ആ മോൾക്കുട്ടിയോടുള്ള പ്രശ്നത്തിൽ ആ കൃഷ്ണനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇനിയിപ്പോൾ കൃഷ്ണ അങ്ങനെ വെറുതെ ഒരു ബ്രോക്കർ പെൺകൊച്ചൊന്നും അല്ലല്ലോ, സാറിൻ്റെ മോളല്ലേ. അങ്ങനെയുള്ളപ്പോൾ കൃഷ്ണയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ വരുന്നത് സാറായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ക്ഷമ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ലടോ. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗാഥേനെയും സിതാരേനെയുമാണ് കേട്ടോ. ഇതേ സമയം തന്നെ സെൽവനും ഗുണ്ടകളും കൂടി കാറിൽ അതുവഴി വരുന്നുണ്ടാവും. അങ്ങനെ അവർ കാറിൽ വരുന്ന സമയത്ത് സിത്താരയുടെ കാറുമായിട്ട് കൂട്ടിമുട്ടാൻ നോക്കുവാണ്. ഈ സമയം സെൽവൻ അവരോട് ദേഷ്യപ്പെടുക, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? അന്നേരമായിരിക്കും കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗാഥേനെ അവർ കാണുന്നത്. ഗാഥയെ കാണുന്നതും സെൽവനാണെങ്കിൽ അത് കൃഷ്ണയാണെന്ന് തെറ്റിദ്ധരിക്കുവാണ്. ഈ സമയം സിത്താര കാർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം സെൽവൻ പറയണേ, അവളല്ലേടാ പോയത്? അതെ, പക്ഷേ കൂടെയുള്ള രണ്ടുപേരെയും കണ്ടില്ലല്ലോ. അവരെ നമുക്ക് പിന്നീട് തട്ടാം, ആദ്യം നമ്മുടെ മുമ്പിൽ വന്ന ഇവളെ കൊല്ലാം. നിങ്ങൾ വണ്ടി അതിൻ്റെ പുറകെ വിട് എന്നും പറഞ്ഞ് സിത്താരയുടെ കാറിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുവാണ് കേട്ടോ സെൽവൻ. അങ്ങനെ കാറിനെ ബ്ലോക്ക് ചെയ്ത് സെൽവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാം. ഈ സമയം ഗാഥയും സിത്താരയും കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഗാഥ ചോദിക്കണേ, താൻ എന്താടോ ഈ കാണിക്കുന്നത്? വണ്ടി എടുത്ത് മാറ്റടോ. എടി, നിനക്കെന്നെ മനസ്സിലായില്ലേടി, താൻ ആരാടോ? എന്താടി നീ എന്നെ അത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? ഈ സെൽവന് നിനക്ക് ഓർമ്മയില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് മര്യാദക്ക് വണ്ടി എടുത്ത് മാറ്റാൻ? അങ്ങനെ പറഞ്ഞ് സെൽവൻ്റെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്ടോ ഗാഥ. ഈ സമയം ദേഷ്യം വന്ന സെൽവൻ ഒളിപ്പിച്ച് വെച്ച കത്തിയെടുത്ത് ഗാഥയുടെ മുമ്പിലേക്ക് നീട്ടുവാണ്. കത്തി കാണുന്നതും ഗാഥ അങ്ങ് ഭയന്നു പോകുക. എടി, നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുമായിരുന്നടി. അങ്ങനെ പറഞ്ഞ് കത്തിയെടുത്ത് ഗാഥയുടെ കഴുത്തിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ സിത്താര പെട്ടെന്ന് സെൽവത്തിന് നേരെ തോക്ക് ചൂണ്ടുന്നത്. അന്നേരം സെൽവനാണെങ്കിൽ ആകെ ഒന്ന് ഭയന്നു പോകുവാണ്. നീ എന്താടാ വിചാരിച്ചത്? ഞാൻ ഈ തോക്കും കൊണ്ട് നടക്കുന്നത് ചുമ്മാ ഭയപ്പെടുത്താൻ മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാനും എനിക്ക് റൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ആരും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. ഈ സമയം ഇത് കണ്ടു ഭയന്ന് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് കാർ കൊടുത്ത ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. ഈ സമയം ഗാഥ ഓടി വന്ന് മമ്മിയെ കെട്ടിപ്പിടിക്കണ. മമ്മി, ഞാനാകെ പേടിച്ചു പോയി മമ്മി. അല്ല മമ്മി, ഈ തോക്ക്? അന്നേരം സിത്താര പറയണേ, ഇതുപോലെ പല ആൾക്കാരും ബിസിനസ്സിൽ ശത്രുക്കളായിട്ട് എനിക്കുണ്ടല്ലോ. അത് കാരണം ആത്മരക്ഷയ്ക്ക് വേണ്ടി കരുതിയിരുന്നതാണ്. എന്തോ ഭാഗത്തിന് ഇപ്പോൾ യാത്രക്ക് പുറപ്പെട്ടപ്പോൾ എടുത്തിടാൻ തോന്നിയത്. അതെന്താണെങ്കിലും നന്നായി. അല്ല മമ്മി, അയാൾ എന്തിനാ എന്നെ കൊല്ലാൻ വന്നത്? ആർക്കറിയാം, ചിലപ്പോൾ വല്ല പിടിച്ചു പറിക്കാരോ മറ്റോ ആയിരിക്കും, അതിൻ്റെ പേര് വന്നതായിരിക്കും. എന്താണെങ്കിലും അവരുടെ ഉദ്ദേശം പാളിയില്ലേ? മമ്മിയുടെ പെർഫോമൻസിൽ അവൻ പേടിച്ചോടിയില്ലേ? ഈ സമയം സിത്താര പറയണേ, പേടിച്ചോടിയെന്നൊന്നും പറയാൻ പറ്റില്ല, തൽക്കാലത്ത് അവൻ പോയി. ഇനി വീണ്ടും വരില്ലാന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല, നമ്മൾ സൂക്ഷിക്കണം മോളെ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. നവീൻ്റെ ഓഫീസിലേക്ക് പോകുന്ന ഗാഥയും സിത്താരയും അവിടെയുള്ള ശ്രീനിവാസനെയും കൃഷ്ണനെയും തങ്കത്തിനെയും കണ്ടുമുട്ടുമോ? സത്യങ്ങൾ നവീൻ തിരിച്ചറിയുമോ? കൃഷ്ണ തൻ്റെ സ്വന്തം മോളാണെന്നുള്ള കാര്യം തങ്കത്തിന് സിത്താരേനെ അറിയിക്കാൻ പറ്റുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്